യുഡിഎഫിന്റെയും ബിജെപിയുടെയും അജണ്ടകളനുസരിച്ച് കൊല്ലത്ത് ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം അലങ്കോലപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ച. എന്നാൽ മാധ്യമപ്രവർത്തകരെ നിരന്തരം അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് വി.ഡി. സതീശനും രാജീവ് ചന്ദ്രശേഖരനും അടക്കമുള്ള കോൺഗ്രസ് ബിജെപി നേതാക്കളാണ്. കേരളത്തിൽ LDF വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരുടെ ആശങ്കയുടെ രോഷപ്രകടനമാണ് കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ച. പ്രതിപക്ഷത്തെ ഉത്തരം മുട്ടിക്കുന്ന വസ്തുതകൾ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചാൽ മുഖ്യധാരാ മാധ്യമലോകം എത്ര കണ്ട് അസ്വസ്ഥരാകുന്നു എന്നതാണ് കൊല്ലത്ത് കണ്ടത്. ഇനി ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടുള്ള വി.ഡി. സതീശന്റെ സമീപനം കാണാം. അല്ലല്ല നിങ്ങളെ വേണ്ട പത്രസമ്മേളനം അല്ലല്ല എന്റെ പത്രസമ്മേളനം തടസ്സപ്പെടുത്താൻ കൈരളിയുടെ ദേശാഭിമാനിയുടെ ലേഖനായിട്ട് ഇവിടെ ഇരുത്തിയാൽ ഞാൻ മര്യാദ കാണിക്കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പുറത്തിറക്കി വിടും. മനസ്സിലായ? മര്യാദയ്ക്ക് ഇരുന്നോളാം. അസംബന്ധം പറയാതെ മര്യാദയ്ക്ക് ഇരുന്നു. മാധ്യമലോകം വലിയ പോരാളിയായി കൊണ്ടു നടന്ന മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം ഇങ്ങനെ: I won't talk to anybody from Kerala. If any camera is there, I will walk away. I won't talk to anybody from Kerala. I hope there is no Kerala here. I hope there is no media one here. Is there any media one? Is there any media one? I don't want to talk to you. Get out. ഇനി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. Do you want me to continue? Please tell me. Yes. Ask her to move back. Ask her to move back. ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥൻ കൂടിയായ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി. ഇന്നാ മതി അവിടെ. ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ഇല്ല ഞാൻ മറുപടി തരില്ല. ഞാൻ പറഞ്ഞല്ലോ, കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. ഇത്തരം ഭീഷണികൾക്കും അധിക്ഷേപങ്ങൾക്കുമെതിരെ ചെറുവിരൽ അനക്കാത്തവരാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ പരസ്യമായി അവഹേളിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.